ഹലോ ഗൈസ്, ഇന്നും ഞാൻ എറണാകുളത്ത് വന്നിരിക്കുന്നത് 2 വർക്കുമായിട്ടാട്ടോ. ഒന്ന് എൻ്റെ വിസിറ്റാണ്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആ ബെൽ ബട്ടണും ഒന്ന് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഇരുന്ന് തിന്നുന്നവനാണ് ശ്രീജിത്ത്. ഇവന്റെ തീറ്റ കണ്ടിട്ട് വീഡിയോ ഇട്ടേച്ച് പോകണ്ട, ഇതിൽ നല്ല നല്ല കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് വിസിറ്റാണ്. വിസിറ്റ് എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാക്കനാട് നടന്ന പോസം പാർട്ടി എന്ന് പറയുന്ന ഒരു ആനിമൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ആനിമൽസും ഉണ്ടായിരുന്നു കേട്ടോ. റെപ്റ്റൈൽസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഞാനൊട്ടും വഹിച്ചില്ല. ഞങ്ങൾ അവിടെ ചെന്ന് കയ്യിൽ സ്റ്റാമ്പൊക്കെ അടിച്ച് അകത്ത് കയറി ഫുൾ വിസിറ്റ് ആയിരുന്നു. പല വെറൈറ്റീസ് ഓഫ് കണ്ടു കേട്ടോ. അത് പോരാത്തന്നെ നമ്മുടെ ഈ സ്കൂളിലൊക്കെ പോകാനായിട്ട് വാശി പിടിക്കുന്ന കൂട്ട് കുറെ ചുണക്കുട്ടന്മാരെയും കണ്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത സെക്ഷൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ്സിലോട്ടായിരുന്നു, റെപ്റ്റൈൽസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ തൊടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനെ എല്ലാത്തിനെയും കവറപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊന്നും തൊടാനൊന്നും ചോദിച്ചില്ല. ഇതിനകത്തൊരു മഞ്ഞക്കുട്ടനുണ്ട് കേട്ടോ. ഇവനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ദേ ഇവൻ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ അവനോടും ഇത് ഇഷ്ടം തോന്നി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കണം എന്ന് എനിക്കൊരാഗ്രഹം. ഒരു ഫോട്ടോയും വീഡിയോയും കൂടെ എടുക്കാമല്ലോ. അത് നല്ല കരിക്കുട്ടനെയാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവൻ നല്ല അടങ്ങി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. നീലക്കണ്ണായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഇതേ ഈ ഒരു ഷെയ്ഡ്, നല്ല ഗ്രേ ഷെയ്ഡായിട്ട്. പിന്നെ നമുക്ക് കുറേ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഒക്കെ അവിടെ നിന്ന് കിട്ടി. അതേപോലെ തന്നെ പുതിയ ഫുഡ്സിനെ പറ്റിയെല്ലാം പരിചയപ്പെട്ടു. പിന്നെ ഒരു കിളിക്കുട്ടനെയും കിട്ടി. ഈ കിളിക്കുട്ടനാണെങ്കിൽ സംസാരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശ്രീജിത്തിന്റെ ദേഹത്തൊക്കെ കയറിയിരുന്ന് ഭയങ്കര അഭിനയമായിരുന്നു. എന്താണേലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ എൻ്റെ ദേഹത്തും കൂടി ഇരുന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാനും എടുപ്പിച്ചു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത വർക്കിന്റെ സ്ഥലത്തോട്ട് വന്നു. അത് ഒരു ഓഡിഷനായിരുന്നു. ഓഡിഷനകത്ത് ഞാൻ ജഡ്ജായിട്ടാണ് ഇരുന്നത്. നല്ല ടാലന്റ് ഉള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് വൈറ്റും ആട്ടോ. കാരണം എനിക്ക് കുറച്ച് നാളായിട്ട് ബ്ലാക്കും വൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ക്രൈസ് തോന്നിയുണ്ട്. ഈ തവണത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാം അങ്ങനെ ഓഡീഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ പോകുന്നത് വീണ്ടും ആ പോസം പാർട്ടിയിലാട്ടോ. എനിക്കൊരു 2 hours ഓഡീഷനും ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ദേ ടൈം ഒന്നും കളയാൻ നിന്നില്ല. ഓട്ടോ എടുത്ത് നേരെ അങ്ങ് പോയി. കൊച്ചി മൊത്തം കണ്ട്. ബ്ലോക്കിന്റെ ഇടയ്ക്ക് പോകണ്ടല്ലേ. ഇവിടെ ചെന്നപ്പോഴത്തേക്കാണ് ദേ വെളിയിൽ വേറെ കുട്ടന്മാരുണ്ടായിരുന്നു. അത് പോരാത്തതിന് നമ്മുടെ CID മ്യൂസിയത്തിലെ പല വെറൈറ്റീസ് ഓഫ് ഡോഗിനെയും ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ പല ഹൈറ്റും പല സ്ട്രക്ചറും ഒക്കെ ബേസ് ആയിട്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിം സെക്ഷൻ ആയിരുന്നു. അതിനകത്ത് ഇവർക്ക് ഫാഷൻ ഷോസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. എനിക്ക് ഈ പോസം പാർട്ടിയിൽ വന്നപ്പോൾ ഒരു വലിയ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ബൈ.